ഹലോ അസ്സാമലൈക്കും, വെൽക്കം ടു സൺഡേ വ്ളോഗ്. ഇന്നത്തേത് ഒരു സൺഡേ വ്ളോഗാണ്. പക്ഷേ വ്ളോഗ് ഇടാൻ കുറച്ച് വൈകിപ്പോയി, സോറി. ഇക്കാക്ക് സൺഡേ ആയതുകൊണ്ട് വർക്കില്ല, മോൾക്ക് സ്കൂളും ഇല്ല. എല്ലാ വീട്ടമ്മമാരും ഈ ഒരു ദിവസത്തിനായിരിക്കും കാത്തിരിക്കുക അല്ലേ. കാലത്ത് ഹറിബറിയായി ഓരോന്നും ചെയ്യണ്ടല്ലോ എന്നോർത്ത്. മോൾക്ക് സ്കൂളില്ല, പക്ഷെ മദ്രസയുണ്ട്. അത് പിന്നെ കുറച്ച് നേരമല്ലേ ഉള്ളൂ, അതുകൊണ്ട് കുഴപ്പമില്ല. ഇന്നത്തെ മോർണിംഗ് വ്ളോഗ് തുടങ്ങുന്നത് ചായയുടെ കൂടെ ബിസ്ക്കറ്റും കഴിച്ചാണ്. ഇന്ന് പുറത്ത് പോകാൻ പ്ലാൻ ഉണ്ട്, അതുകൊണ്ട് ആദ്യം വ്ളോഗ് വേണ്ടാന്ന് വിചാരിച്ചതാണ്, പിന്നെ എടുക്കാമെന്ന് കരുതി. അതിനിടയിൽ വ്ളോഗ് ഷൂട്ട് ചെയ്യാൻ വിട്ടുപോയി, ചില കാര്യങ്ങൾ മാത്രമേ ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞുള്ളൂ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായി കണ്ടു നോക്കുക. ബിസ്ക്കറ്റും ചായയൊക്കെ ആസ്വദിച്ച് കുടിച്ച ശേഷം ഇക്കാൻ്റെയും മക്കളുടെയും കൂടെ കുറച്ച് നേരം ഇരുന്നു. ശേഷം നേരെ കിച്ചണിലേക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കണം, ലഞ്ച് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഇന്ന് പൂരിയും കിഴങ്ങ് കറിയുമാണ് ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ പെട്ടെന്ന് തന്നെ പൂരിക്കുള്ള മാവൊക്കെ റെഡിയാക്കാം. ഞാൻ ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് പൂരി ഉണ്ടാക്കാറ്. എപ്പോഴും പൊടിയൊന്ന് അരിച്ചെടുക്കുന്നത് നല്ലതാണ്, ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. കുറച്ച് ഉപ്പും ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് നന്നായി കുഴച്ചെടുക്കും. എന്നിട്ട് എല്ലാം ബോൾസ് ആക്കി എടുത്ത് അതെല്ലാം പരത്തിയെടുക്കും. ഈ ചപ്പാത്തി, പത്തിരി, പൂരി എല്ലാം ചിലർക്ക് വലിയൊരു പ്രോസസ്സായി തോന്നി, ഉണ്ടാക്കാറേ ഇല്ല എന്നൊക്കെ എന്നോട് പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. എനിക്ക് ഈ കുഴയ്ക്കുന്നതും പരത്തുന്നതും ചുടാനും എല്ലാം വലിയ ഇൻട്രസ്റ്റാണ്. എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതെല്ലാം മാറ്റി ഉണ്ടാക്കാറുണ്ട്. നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുന്ന രീതി അത് ആസ്വദിച്ചാണ് ചെയ്യുന്നതെങ്കിൽ അത് നമുക്ക് വീണ്ടും വീണ്ടും ചെയ്യാനുള്ള പ്രചോദനം ഉണ്ടാവും. അത് ഏത് ജോലിയാണെങ്കിലും. നമ്മുടെ മുമ്പിലുള്ളതെല്ലാം നമുക്ക് ആസ്വദിക്കാൻ കഴിയില്ലായിരിക്കും, എന്നാലും ചിലതെല്ലാം ശ്രദ്ധിച്ചാൽ നമുക്ക് ആസ്വദിക്കാനും ഇഷ്ടപ്പെടാനും ഒക്കെ കഴിയുന്നത് തന്നെയായിരിക്കും. അതുകൊണ്ട് നമ്മൾ എന്താണോ ചെയ്യുന്നത് അതൊരു ഭാരമായും കഷ്ടപ്പാടായും കണ്ടു നോക്കാതെ ഇഷ്ടത്തോടെ ഒന്ന് നോക്കി നോക്കൂ. തീർച്ചയായിട്ടും അതെല്ലാം നമുക്ക് പ്രിയപ്പെട്ടതായി മാറും. സംസാരത്തിനിടയിൽ എൻ്റെ പണികളെല്ലാം നടക്കുന്നുണ്ട്. പൂരിക്കുള്ളതെല്ലാം പരത്തിയെടുക്കുന്നുണ്ട്. എപ്പോഴും ആദ്യത്തെ പരത്തുന്നത് തീരെ ഷേപ്പ് ഉണ്ടാവാറില്ല, പിന്നെ ഉള്ളതൊക്കെ വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ ഏകദേശം കറക്റ്റായിട്ട് വരും. കറക്റ്റ് റൗണ്ട് ഷേപ്പ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കിയാണ് ഞാൻ ഓരോന്നും പരത്തിയെടുക്കാറ്. അതുകൊണ്ട് എൻ്റെ ശ്രദ്ധ അങ്ങനെ ആയതുകൊണ്ട് പരത്തി കഴിയുന്നത് തന്നെ ഞാൻ അറിയാറില്ല. ഷോ തീർന്നു പോയോ എന്ന് വിചാരിക്കും കഴിഞ്ഞാൽ. പൂരിയെല്ലാം ഓരോന്നായിട്ട് പരത്തിയെടുക്കുന്നുണ്ട്. ഞാൻ ചപ്പാത്തിൻ്റെ ഒരു ഓർമ്മയിൽ ചെറുതായി ഒന്ന് അമർത്തി പരത്തിയെടുത്തു. അത്രയും അമർത്തി പരത്തരുത്, എണ്ണയിലിടുമ്പോൾ പൊള്ളി വരില്ല. എണ്ണയിലിട്ട് പൂരി ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ബലൂൺ പോലെ ആയി വരാൻ കുറച്ച് കട്ടിയിൽ തന്നെ വേണം പരത്താൻ. തിന്നായിട്ട് പരത്തിയാൽ ഒരിക്കലും പൊങ്ങി വരില്ല. അങ്ങനെ പരത്തിയെടുക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ഉരുളക്കിഴങ്ങ് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. ആവശ്യത്തിനും അനാവശ്യത്തിനുമായി ഞാൻ ചെയ്യുന്ന ഈ ചെടിപ്രയോഗം നിങ്ങളെ വെറുപ്പിക്കുന്നുണ്ടെങ്കിൽ സോറി. ഈ ചെടികൾക്ക് പിന്നിലൂടെ കാണുന്ന വീഡിയോസ് എനിക്ക് പേഴ്സണലി വലിയ ഇഷ്ടമായതുകൊണ്ടാണ് എല്ലായിടത്തും ഈ ചെടിപ്രയോഗം ഞാൻ യൂസ് ചെയ്യുന്നത്. ചെടികൾക്ക് പിന്നിലുള്ള വ്യൂസ് സ്മൂത്ത് ആൻഡ് സൂപ്പറായി എനിക്ക് തോന്നി, അതുകൊണ്ടാണ് അതും പിടിച്ച് മുന്നോട്ട് പോകുന്നത്. അങ്ങനെ പൂരിയൊക്കെ ഞാനിവിടെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അമർത്തി പരത്തിയെടുക്കുന്ന പൂരി ദേ ഇങ്ങനെ ഇരിക്കും, ഒട്ടും പൊള്ളി വരില്ല. അപ്പോൾ അമർത്തി പരത്താതിരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഒരുപാട് പേര് നമ്മുടെ വീഡിയോസിന് ഒരുപാട് കമൻസൊക്കെ പറയുന്നുണ്ട്. ഈ വീഡിയോ കാണുന്ന നിങ്ങളും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. അപ്പോൾ ലൈക്കും ഷെയറും ചെയ്യാൻ മറന്നു പോകരുത്. വീഡിയോസിനെ കുറിച്ചുള്ള എന്ത് അഭിപ്രായമാണെങ്കിലും നിങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക. കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ആ ബെൽ ബട്ടണും ഒന്ന് ഇനേബിൾ ചെയ്ത് വീഡിയോസ് കാണാനായിട്ട് നോക്കുക. പൂരിയൊക്കെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ കൂടുതൽ എനിക്ക് കത്തി വെച്ചിട്ടാണ് ഞാൻ എടുക്കാറ്. പപ്പടമൊക്കെ ഫ്രൈ ചെയ്തെടുക്കും പോലെ കത്തി വെച്ചിട്ട് തന്നെയാണ് എടുക്കാറ്. അപ്പം ഞാൻ കത്തി വെച്ചിട്ട് തന്നെ എടുക്കുന്നുണ്ട്. അതാണ് എനിക്ക് കംഫർട്ട്, ഞാൻ അതാണ് ശീലിച്ചിട്ടുള്ളത്. എൻ്റെ ഉമ്മയൊക്കെ ഇതുപോലെയാണ് ചെയ്യുക, അത് കണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യാൻ പഠിച്ചത്. അങ്ങനെ എല്ലാ പൂരിയും ചുട്ടെടുത്ത് കഴിഞ്ഞു. കറിയും താളിക്കുമ്പോഴേക്കും ഇവിടെ വിശപ്പിൻ്റെ വിളി അതിക്രമിച്ചു. എല്ലാവരും വേഗം കഴിക്കാമെന്ന് വിചാരിച്ച് പൂരിയെല്ലാം എടുത്ത് പാത്രത്തിലാക്കി തയ്യാറായി നിൽക്കുന്നുണ്ട്. പിന്നീടുള്ള വീഡിയോസൊന്നും ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. വ്ളോഗായിട്ട് എടുക്കാമെന്ന് കരുതിയതാ, മറന്നുപോയി. പിന്നെ നേരെ ഞങ്ങൾ പാലക്കാട് പോയിരുന്നു. അവിടെ മഞ്ഞക്കുളം പള്ളിയിലേക്ക് പോയതാ. പുറത്തുനിന്ന് തന്നെ ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് വരുമ്പോൾ ലുലുവിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. അവിടെ വീഡിയോസൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ചെറിയ ചെറിയ ക്ലിപ്സ് മാത്രമേ എടുത്തുള്ളൂ. അത് നടന്നെടുത്തതുകൊണ്ട് ക്ലിയറായിട്ടൊന്നുമില്ല, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിൽ ആഡ് ചെയ്യുന്നേ ഉള്ളൂ. ഞാനും മിക്കയും മക്കളും എൻ്റെ താത്തയും ഫാമിലിയും പിന്നെ ഞങ്ങളുടെ അത്തയും ഉമ്മയും എല്ലാവരും കൂടിയാണ് പോയത്.
പുറത്തിറങ്ങുമ്പോൾ വീഡിയോസൊക്കെ എടുക്കാൻ മടിയൊക്കെ ഉണ്ട്. പതിയെ അതെല്ലാം മാറ്റിയെടുക്കണം. അങ്ങനെ ജസ്റ്റ് ഒന്ന് ചുറ്റിയിട്ട് അവിടെ നിന്ന് വേഗം ഇറങ്ങി. അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇറങ്ങി. പ്രതീക്ഷിക്കാതെ പോയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചൊന്നും വാങ്ങിക്കാനായിട്ട് പ്ലാൻ ഉണ്ടായിരുന്നില്ല. മക്കൾക്ക് സ്നാക്സ് ആയിട്ട് മാത്രം കുറച്ച് ഐറ്റംസ് വാങ്ങി. ഡ്രസ് കളക്ഷൻസൊക്കെ അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെ ടോയ്സിൻ്റെയും എല്ലാം നന്നായിരുന്നു. എല്ലാം നന്നായി അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് പിന്നെ പറയണ്ടല്ലോ അല്ലേ. മോനെ താഴെ ഇറക്കി വിട്ടപ്പോൾ അവനാവശ്യമുള്ളതൊക്കെ അവൻ എടുക്കുന്നുണ്ട്. അവൻ എന്ത് ചെയ്യും നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു താഴെ ഇറക്കി വിട്ടത്. അതുകൊണ്ട് അവനക്ക് വേണ്ട ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെ അവൻ തന്നെ എടുക്കുന്നുണ്ട്. മക്കൾക്ക് ആവശ്യമുള്ളതെല്ലാം വാങ്ങിക്കൊടുത്തപ്പോൾ മക്കൾ മൊത്തത്തിൽ ഹാപ്പിയായി. നല്ല തിരക്കുണ്ടായിരുന്നു, അതുകൊണ്ട് അധികം നേരം നിന്നില്ല. ജസ്റ്റ് ഒന്ന് ചുറ്റിയിട്ട് തിരിച്ചിറങ്ങി. ബില്ല് കൊടുക്കാനായിട്ട് പോയപ്പോഴാണ് പാത്രങ്ങളുടെ സെക്ഷൻ കണ്ടത്. അവിടെ ഓഫറൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് പിന്നെ പാത്രങ്ങൾ എവിടെ കണ്ടാലും ഒന്ന് നോക്കണം, അല്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ലല്ലോ അല്ലേ. അങ്ങനെ ബില്ലൊക്കെ കൊടുത്ത് തിരിച്ചിറങ്ങി. പിന്നെ വരുന്ന വഴി നല്ല ചായ കിട്ടുന്ന കട കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അക്ക. അങ്ങനെ അവിടെ കയറി നല്ല ചായയും കടിയൊക്കെ കഴിച്ചു. നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു അവിടുത്തെ ചായയും കടിയൊക്കെ. അങ്ങനെ ഞങ്ങൾ സമൂസയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. സമൂസ കിട്ടിയ വഴിക്ക് മോന് അത് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബിസ്ക്കറ്റാണെന്ന് കരുതി അവനത് കഴിച്ച് നോക്കി, പക്ഷെ അത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, തുപ്പിക്കളഞ്ഞു. പിന്നെ ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുത്. കൂടെ തന്നെ മസ്റ്റായിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.